ഇന്നലെ രാത്രി പവർ ടീമും ജാസ്മിനുമായിട്ട് മുട്ടനടിക്കൊരു തുടക്കമുണ്ടായി. അത് ജാസ്മിൻ അവിടെ ഉണ്ടെങ്കിൽ ഗബ്രി ഏറ്റുപിടിക്കുമല്ലോ. അതുതന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. അവസാനം ഗബ്രിയും ഫിബിനുമായിട്ട് തർക്കമായി. അങ്ങനെ അതൊരു കൂട്ടാക്രമണത്തിൽ കലാശിച്ചു എന്ന് തന്നെ പറയാം. വാക്പോരാണേ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചൊരു ഇടിയല്ല. ഏതായാലും രണ്ടുപേരും ശരിക്കും പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, രാവിലെ ജിൻഡോ ജാസ്മിനെ കാലുവാരി നിലത്തടിക്കും എന്ന് പറയുന്ന വിഷയം ജാസ്മിൻ ഒരു പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ ടീമിനോട് ആ പരാതി പറഞ്ഞു. പവർ ടീം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ കാര്യത്തിൽ ശിക്ഷ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ വൈകുന്നേരം ട്രാഫിക്കും ഒക്കെ ആയി. അതുകൊണ്ട് ആകപ്പാടെ ടയേർഡ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ പരിഗണിക്കാം എന്ന് രാവിലെ ജാസ്മിനോട് പറയുന്നുണ്ട്. വൈകിട്ട് ജാസ്മിനത് സമ്മതമല്ല, ജാസ്മിനും ഗബ്രിക്കും സമ്മതമല്ല. ഈ പരാതി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ ഒരു വശത്തിരിപ്പുമായി. ബാത്റൂം ക്ലീനിങ് ആണെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ അണ്ടറിൽ വരുന്നത്. പക്ഷേ ജാസ്മിൻ അത് ചെയ്യാൻ തയ്യാറല്ല. അപ്പം ഫുബിനും മറ്റുള്ളവരും പൂജയൊക്കെ പറയുന്നുണ്ട്, ചെയ്യണ്ട, അതെന്തോ തിന്നു പിടിച്ച് ഇങ്ങനെ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ആഹാരത്തിൻ്റെ കാര്യമാണ് അത് നമ്മൾ പറയുന്നതിൽ നമുക്ക് എന്താ പറയുന്നത്. പിന്നെ ബിഗ് ബോസ് ആണ്, അവിടെ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പലരും പറയും ആഹാരത്തിൻ്റെ കാര്യമല്ലേ, തിന്നു കുടിച്ച് ജീവിച്ചോ എന്ന് പറയുമ്പോൾ അതെന്താണ്. പക്ഷേ എല്ലാവരും മത്സരാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതെ ഒരാൾ അവിടെ ഇരുന്ന് ആഹാരം കഴിച്ച് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. അത് ആഹാരത്തിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് അവിടുത്തെ മത്സരാർത്ഥികൾക്കൊന്നും ബാധകമല്ല. അവർ ഇതിൻ്റെ അപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം ഇങ്ങനെ ചൂട് പിടിച്ച് ജാസ്മിന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൻ്റെ ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. പവർ ടീം നാളെ രാവിലെ ആകട്ടെ എന്ന് പറയുന്നു. അത് ജാസ്മിന് സമ്മതമല്ല. പിന്നെ ജാസ്മിൻ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ ഗബ്രി അവിടെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഗബ്രിയും പിന്നെ ജാസ്മിനും ഒറ്റ തിരിഞ്ഞ് അവർ നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു വശത്ത് അവരും മറ്റു വശത്ത് പവർ ടീമും ബാക്കിയുള്ള മത്സരാർത്ഥികളും പറയുന്നുണ്ട്. ബാക്കി ഈ രണ്ട് ടീമിനും പെടാത്ത മത്സരാർത്ഥികളും പറയുന്നുണ്ട് ഇത്രയും വൈകിയല്ലേ, ഇനി നാളെ ആകട്ടെ എന്ന് പറയുന്നു. പക്ഷേ ജാസ്മിന് അത് ഉൾക്കൊള്ളാനും ഗബ്രിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് ജിൻഡോയുടെ കാര്യമായതുകൊണ്ട് അവർക്ക് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷമേ അവർ കിടക്കത്തുള്ളൂ, അവർ ജോലി ചെയ്യത്തുള്ളൂ എന്നുള്ള ഇതിലാണ്. ഇന്നലെ എന്തൊക്കെ ഡ്രാമയായിരുന്നു അല്ലേ. രണ്ടുപേരും മെഡിക്കൽ റൂമിൽ പോകുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. അതിനുശേഷം വന്നതിന് ശേഷം എന്താ പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ വമ്പനടിക്കുള്ള കാരണം. അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും എത്താം.